SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ വൈകാൻ സാധ്യത. യുവനടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് നീണ്ടുപോകാൻ സാധ്യതയുള്ളത്. കാണാതായ രേഖകൾ പുനർനിർമ്മിക്കാമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. വിലപ്പെട്ട രേഖകളാണ് കോടതി മുറിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇത്തരം സംഭവങ്ങൾ വളരെ ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ രേഖകളൊക്കെ തന്നെ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ കഴിയും, പകർത്താൻ കഴിയുമെന്നൊക്കെ പ്രോസിക്യൂഷൻ പറയുന്നു. അതിലൊക്കെ എത്രമാത്രം സാധ്യതകളുണ്ട്? ഏവരെയും ഞെട്ടിച്ച സംഭവമാണ് ഈ അഭിമന്യു കേസിലെ രേഖകൾ ചോർന്നത്. 11 രേഖകളാണ് ചോർന്നു പോയത്. ഇത് കോടതിയിലെ ജീവനക്കാരോ അവരാരും തന്നെ അറിയാതെ ഈ സാധനം പുറത്തു പോകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണ്. നേരത്തെ ഈ യുവനടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടക്കം ചോർന്നതും ഇതേ കോടതിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതാദ്യമായല്ല ആ ഭാഗത്തു നിന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത, ഈ അഭിമന്യു കേസിലെ വിചാരണ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ്. കാരണം യുവനടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയും നടക്കുന്നത് ഇതേ കോടതിയിലാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ നടിയെ ആക്രമിച്ച കേസ് സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന്. അതിനാൽ അതിന്റെ ഓട്ടപ്പാച്ചിലാണ് കോടതി. മറ്റൊരു കേസിൽ വിചാരണയും മറ്റ് നടപടികളും ഈ ഘട്ടത്തിൽ ഈ കോടതിയിൽ നടത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇനി ഈ രേഖകൾ ചോർന്ന വിഷയത്തിൽ പുതിയ രേഖകൾ അത് പുനർനിർമ്മിച്ച് കോടതിയിൽ നൽകാം എന്ന 17-ാം തീയതി പോലീസ് കോടതിയെ അറിയിക്കും. അത് അത്ര ശ്രമകരമായ പണിയൊന്നുമല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിലൊക്കെ തന്നെ പകർപ്പുണ്ട്. അത് അറ്റസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊടുത്താൽ മതിയാകും. പ്രതികൾ അത് എതിർക്കാനും പോകുന്നില്ല. കാരണം അവരുടെ കയ്യിലും ഇതിൻ്റെ കോപ്പി ഇതിനോടകം തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നടക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ആഭ്യന്തര അന്വേഷണം മാത്രമാണ്. ഈ യുവനടിയുടെ കേസിലൊക്കെ നടന്ന ആഭ്യന്തര അന്വേഷണം നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ നടി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പിനായി കയറിയിറങ്ങുകയാണ്. ഈ കേസിൽ പോലീസ് അന്വേഷണത്തിനും തടസ്സമുണ്ട്. കോടതിയുടെ കയ്യിൽ നിന്നും ചോർന്നുപോയ സംഭവത്തിൽ കോടതി പറയാതെ പോലീസിനും അന്വേഷിക്കാനാകില്ല. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണത്. അഭിമന്യുവിന് നീതി ഒടുവിൽ കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. താങ്ക് യു ശ്രീകാന്ത്.